റഫേൽ വിമാനത്തിന്റെ വിപണി തകർക്കാൻ ചൈന ശ്രമം നടത്തിയതായാണ് ഇപ്പോൾ ഫ്രാൻസിന്റെ ഭാഗത്തു നിന്നുള്ള വെളിപ്പെടുത്തൽ. അത് എന്ത് ഉദ്ദേശത്തിലായിരിക്കും ചൈന ഇത്തരമൊരു നിലപാടിലേക്ക് മുന്നോട്ട് പോയത്? റഫാൽ ഇന്ത്യ വിജയകരമായിട്ട് ഉപയോഗിച്ചു. പാകിസ്ഥാൻ്റെ നട്ടല് തകർക്കാൻ. അത് തന്നെ കാര്യം. ചൈനയുടെ ആയുധ പ്രതിരോധ സംവിധാനങ്ങളെ എല്ലാം മറികടക്കാൻ റഫാലിന് കഴിഞ്ഞു. ചൈന എന്ത് ചെയ്യണമെന്നറിയാൻ ആശയക്കുഴപ്പത്തിലാണ്. അപ്പോൾ പിന്നെ അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ചൈനയുടെ മാർക്കറ്റ് പോയി. ചൈനയുടെ പിന്നെ S-400 എന്ന് പറയുന്ന റഷ്യയുടെ, ഇവരുടേത് എന്ന് പറയുന്ന സാധനമാണ്. അതിനിപ്പോൾ മാർക്കറ്റ് പോയി, ആക്രിയായി. അത് ചൈനയുടെ എല്ലാ സാധനങ്ങളും ഏറെക്കുറെ ഇങ്ങനെ തന്നെ. കളിപ്പാട്ടങ്ങൾ പോലും ഇങ്ങനെ തന്നെ, വിശ്വസിക്കാൻ പറ്റില്ല. ടോർച്ച് പെട്ടെന്ന് കേടായിപ്പോവും, റേഡിയോ പെട്ടെന്ന് കേടായിപ്പോവും. അങ്ങനെയുള്ള സാധനങ്ങൾ, ചീപ്പ് സാധനങ്ങൾ, ലോക്കൽ സാധനങ്ങളാണ് അവർ വിൽക്കുന്നതല്ല. അതുപോലെ അവരുടെ പ്രതിരോധ സംവിധാനവും ഒരു ലോക്കൽ സാധനമാണെന്ന് തെളിയിച്ചു കൊടുത്തു നമ്മൾ. ഇത് മാത്രം വേണ്ടല്ലോ, അമേരിക്കയുടെ അങ്ങനെ തന്നെയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നത്. F-35 വിമാനം 2 ആഴ്ചയായി ഇവിടുന്ന് പൊക്കാൻ പറക്കുന്നില്ല. ഇപ്പോൾ അവസാനം ഹാങ്കറിൽ കൊണ്ട് ഇടാൻ പറഞ്ഞിട്ട് അന്ന് കേട്ടില്ല. ഇപ്പോൾ ഹാങ്കറിനകത്തിരിക്കുക. ഇന്ത്യൻ പട്ടാളക്കാർ, സായുധ ഭടന്മാർ കാവൽ നിൽക്കുക ആ വിമാനത്തിൻ്റെ. അത്ര എഫിഷ്യൻസി ഉണ്ടെന്ന് നോക്ക്. അപ്പോൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ അവൻ്റെ മേലോട്ട് ഉയരാൻ പറ്റാത്ത അവസ്ഥയിലുള്ള വിമാനങ്ങളാണ് F-35B സീരീസിൽപ്പെട്ട വിമാനങ്ങൾ. അപ്പോൾ അതിൻ്റെ മുമ്പ് ശക്തമായിട്ട് പിടിച്ചു നിന്ന് S-400 എന്ന് പറയുന്ന റഷ്യയുടെ പ്രതിരോധ സംവിധാനം. ഇവർ ഊക്കൻ സാധനങ്ങൾ തുർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് പറയൂ. റഷ്യയുടെ S-400 നല്ല വിശ്വസ്തനായിട്ടുള്ളൊരു കാവൽ നായയെ പോലെ ഇതിനെ മുഴുവൻ കടിച്ച് പേർക്കിയെടുത്ത് ദൂരം. അതുകൊണ്ടാണ് നമ്മൾ സുരക്ഷിതരായിട്ടിരുന്നത്. ഇപ്പോൾ വീണ്ടും അടുത്ത കരാർ ഒപ്പിടാൻ പോകും. S-400ൻ്റെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള അടുത്ത സീരീസിൻ്റെ വാങ്ങാൻ പോവാണ്. അത് ഇന്ത്യയിൽ തന്നെ നമ്മളെ അതുപോലുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കാൻ പഠിപ്പിക്കുക. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റെല്ലാം ആക്രി സാധനങ്ങളായിരുന്നു, ലോക്കൽ സാധനങ്ങൾ. F-35B പോലും വലിയ പേര് കേട്ട ലോക്ഹീഡ് കോർപ്പറേഷൻ്റെയാണ് സാധനം. 2 ആഴ്ചയായിട്ട് ഇവിടുന്ന് പൊക്കാൻ പോലും വയ്യാൻ. ഇതൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ശ്രീജിത്തെ. ഇത് അമേരിക്കയ്ക്ക് ഒരു ടെക്നോളജി ഉണ്ട്, സോഫ്റ്റ്വെയർ ടെക്നോളജി. ആ ടെക്നോളജി അനുസരിച്ച് ഉദ്ദേശിക്കാത്ത ലക്ഷ്യങ്ങളിലേക്ക് ഈ ഫ്ലൈറ്റ് പോയി കഴിഞ്ഞാൽ അതിനെ കംപ്ലീറ്റ് ഡിസ്ഫങ്ഷനിലാക്കാൻ അവർക്ക് കഴിവുണ്ട്. നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തുണ്ട് i20 കാർ കണ്ടിട്ടുണ്ട്, I സീരീസിൽപ്പെട്ട കാർ. അതിലും കീ എന്ന് പറയുന്നൊരു സംവിധാനമില്ല, റിമോട്ട് വെച്ചാൽ. ഈ റിമോട്ടിനെ ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രവർത്തനക്ഷമമല്ലാതാക്കാം. അങ്ങനെ ക്ഷമത ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പൊങ്ങി പറക്കാൻ പറ്റില്ല. മനസ്സിലായോ? അതിന് കാറാണെങ്കിൽ റോഡിൽ കൂടി എടുക്കാൻ പറ്റില്ല. ഇത് വിമാനമാണെങ്കിൽ അവിടുന്ന് നിലത്തൊന്നും പൊക്കാൻ പറ്റില്ല. അങ്ങനൊരു സംഭവമാണ് ഇതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇനാക്ടിവേറ്റഡ് ആയിട്ട് തീരുക സോഫ്റ്റ്വെയർ വഴി. അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് തന്നെ നിയന്ത്രിക്കാൻ പറ്റും. അങ്ങനൊരു കാര്യം പറയുന്നുണ്ട്. അല്ലെങ്കിൽ അമേരിക്കയുടെ ഇത്രയും അഭിമാനമായിട്ടുള്ള F-35B സീരീസിൽപ്പെട്ട ഒരു വിമാനത്തിന് ഈ ഗതികേട് വന്ന് ഇപ്പോഴും തീർന്നിട്ടില്ല. ഏറ്റവും കഴിവുറ്റ ടെക്നീഷ്യൻസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, ഹാങ്കറിലേക്ക് ഇട്ട് പരീക്ഷിക്കുന്നത്. ഇതുവരെ അത് പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അത് വലിയൊരു പരാജയം തന്നെയാണ്. F-35 സീരീസ് അവരുടെ അഭിമാനം. ഏറ്റവും പുതിയതെന്ന് പാകിസ്ഥാൻ വാങ്ങിച്ച് കൂട്ടിയിരിക്കുന്നതുമായി ഇത് ഇസ്രായേലിന് കൊടുത്തിരിക്കുന്നത് ഇത് തന്നെയാണ്. ഇതിൽ 2 ഇറാൻ വെടിവെച്ച് വീഴ്ത്തിയെന്നും പറയുന്നുണ്ട്. റഫേലുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനും ചൈനയും പലതവണ ആവർത്തിച്ച് പറയുകയാണ് ഇന്ത്യയുടെ റഫേൽ തകർത്തിട്ടുണ്ട്, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത് അങ്ങനെയല്ല, അതൊരു ചൈനയുടെ നരേറ്റീവാണെന്നല്ലേ ഈ ഫ്രാൻസിൽ നിന്നുള്ള വിവരങ്ങൾ. പാകിസ്ഥാൻ്റെയും തെറ്റായ നറേറ്റീവാണ്. കാരണം അവർക്കിപ്പോൾ റഫാൽ വിമാനത്തിനെതിരെ ഒരു ശത്രുത വന്ന കാരണം തങ്ങളുടെ ആയുധങ്ങളെയും വിമാനങ്ങളെയും പ്രതിരോധിക്കുന്ന ഒരു സംവിധാനമാണ് അതെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് തങ്ങൾക്ക് ഭാവിയിലൊരു ദോഷം. അവരുടെ ഏറ്റവും പുതിയ സീരീസാണ് പാകിസ്ഥാൻ കൊടുത്തിരിക്കുന്നത്. അതിനൊരു ഭീഷണിയാണ് ഈ റഫാൽ എന്ന് വന്നു കഴിഞ്ഞാൽ. റഫാലുള്ള രാജ്യങ്ങൾക്ക് ചൈനയുടെ മേലൊരു മേൽക്കൈ വരും ടെക്നോളജിക്കലി. അപ്പോൾ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ഇപ്പോൾ യുദ്ധങ്ങളെ തീരുമാനിക്കുന്നത്, സൈനികരുടെ എണ്ണമല്ല അതുകൊണ്ടാണ് അതിൻ്റെ മാർക്കറ്റ് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് വലിയൊരു ഭീഷണിയാണ്, സൈനികമായി മാത്രമല്ല സാമ്പത്തികമായിട്ടും. അത്രയും നല്ലൊരു സാധനം നമ്മളിപ്പോൾ നല്ല പുത്തരി റേഷൻ കടയിലെ അരിയുടെ വിലക്ക് കിട്ടുവാണെങ്കിൽ പുത്തരിയല്ലേ നമ്മൾ കടയിൽ പോയി വാങ്ങിക്കൂ, റേഷൻ കടയിൽ കാർഡും കൊണ്ട് ആരെങ്കിലും പോവും എന്ന് പറയുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതാണ് ചൈനയുടെ മാർക്കറ്റിനെ തകർക്കുന്ന ഒരു സംഭവമാണ് റഫാൽ. ഈ റഫാൽ അതിൻ്റെ കരുത്ത് തെളിയിച്ചത് എങ്ങനെയാണ്? കരുത്ത് തെളിയിക്കാൻ അവസരം കിട്ടിയത് ഈ ഓപ്പറേഷൻ സിന്ദൂറിലാണ്. അങ്ങനെ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ്റെ മാത്രമല്ല ചൈനയുടെയും ഒരു പരിധിവരെ അധ്വാകനായി മാറിയിരിക്കുന്നു എന്നാണ് ചൈനയുടെ ഈ വെപ്രാളം കാണുമ്പോൾ നമ്മൾ ഊഹിക്കേണ്ടത്.
ഇതിൻ്റെ സത്യം എത്രമാത്രമാണെന്ന് നമുക്കറിയില്ല, നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള ഒരു കാര്യമാണ്. റഫേലുമായി ബന്ധപ്പെട്ട് വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഒരു സംശയം ഉന്നയിച്ചിട്ടുണ്ട്. അതിനും കൂടി ഇതൊരു പരിഹാരമാകും അല്ലേ? അതെന്ത് സംശയമായിരുന്നു അത്? കാരണം എത്ര വിമാനങ്ങൾ തകർന്നു വീണുവെന്ന് പുള്ളിക്ക് അതിനാണ് താല്പര്യം. നെഗറ്റീവിലാണ്. എത്ര തകർന്നു, നമ്മൾ എത്ര ജയിച്ചു എന്നുള്ളതിലല്ല, എത്ര തകർന്നു എന്നുള്ളതിലാണ്. ഒരു പട്ടാളക്കാരൻ പോയി വീരജേതാവായിട്ട് വരുമ്പോൾ എത്രമാത്രം രക്തം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പോയി എന്ന് ചോദിക്കുന്നത് പോലെ ഉള്ള ഒരു പിടിച്ചോദ്യം, അതായത് ബുദ്ധി ഉറയ്ക്കാത്ത ഒരു ശിശുവിൻ്റെ ചോദ്യങ്ങളായിട്ട് മാത്രം നമ്മളത് അവഗണിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അതിൽ കൂടെ ഒരു വ്യക്തതയാണ് ഈ ഫ്രാൻസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിട്ട റിപ്പോർട്ട്. കാരണം റഫേലുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ വിപണി ഇടിക്കാൻ ചൈന വലിയ ശ്രമം നടത്തുന്നതായി ഉള്ള ഈ റിപ്പോർട്ട്. അപ്പോൾ ഇത് ചൈനയ്ക്കും പാകിസ്ഥാനും അതോടൊപ്പം തന്നെ രാഹുലിനുമുള്ള കൃത്യമായ മറുപടിയാണ്. അതെ അതെ, ചൈനയുടെ ഈ വെപ്രാളം, ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു വെപ്രാളം, ഈ മറ്റൊരു രാജ്യത്തിൻ്റെ വിമാനത്തിൻ്റെ മാർക്കറ്റ് തടയാൻ ഇവർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിലും കൂടുതൽ നന്നായിട്ടൊന്നും ഞങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മുടെ ശത്രുവായിട്ട് അത് വന്ന് നമുക്ക് ഭീഷണി ഉണ്ടാവാത്ത വിധം അതിൻ്റെ മാർക്കറ്റ് നടത്തുക, അതിനുള്ള എല്ലാ നറേറ്റീവുകളും അവരുടെ ഉണ്ട്, സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ. സോഫ്റ്റ്വെയർ ടെക്നോളജി കൂടി അവർ വളരെയധികം നറേറ്റീവുകൾ, ഈ CPM കേരളത്തിൽ കാണിക്കുന്ന പോലെ നറേറ്റീവുകൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിൽ അദ്വിതീയരുമാണ്. ടിബറ്റിനെതിരെ, ദലൈലാമയ്ക്കെതിരെ വളരെ ആക്റ്റീവാണ് ഇപ്പോൾ. നമ്മളിപ്പോൾ ദലൈലാമയ്ക്ക് അനുകൂലമായിട്ടൊരു പോസ്റ്റ് ഇട്ട് അത് പരിശോധിച്ചിട്ട് അത് തകർക്കുക വരെ ചെയ്യും. ആ രീതിയിലുള്ള ടെക്നോളജി. അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് തകർക്കാൻ ചൈനയ്ക്ക് സാധിക്കും. നമ്മളത് കുറച്ച് കാണിക്കണ്ട. ആ രീതിയിലുള്ള നെറേറ്റീവുകൾ അവർക്ക് സൃഷ്ടിക്കാൻ കഴിയും. പക്ഷേ ബുദ്ധിയുള്ള രാഷ്ട്രങ്ങൾ അതിനെ മറികടന്നുകൊണ്ടുള്ള തന്ത്രങ്ങളിൽ കൂടി ഇതിൻ്റെ ചൈനയുടെ ഇത്തരം കള്ളവാർത്തകൾക്കും വ്യാജ വാർത്തകൾക്കും മുന്നിലും ഈ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എന്തായാലും അത് തുടർച്ചയായി തന്നെ വാങ്ങാനുള്ള കരാറുകളിൽ ഏർപ്പെടുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും മോദിയെ അങ്ങനെ കബളിപ്പിക്കാൻ പറ്റില്ല. അത് ട്രംപ് പറഞ്ഞത് വളരെ ശരിയാണ്. അദ്ദേഹം വലിയൊരു വിലപേശൽക്കാരനാണ്. അങ്ങനെ ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിപ്പോൾ ബ്രിക്സ് ഉച്ചകോടിയിൽ അവിടെ പോയിട്ട്, ബ്രസീലിൽ പോയിട്ട് അവിടെ ഭീകരവാദത്തിനെതിരെ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിർത്തിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിച്ചില്ലേ. അവിടെ പോയിട്ട് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും കൂടെ ചേർന്ന് ഏകകണ്ഠമായിട്ടുള്ള ഒരു പ്രമേയം, ഐക്യകണ്ഠ്യേനയുള്ള പ്രമേയം പാസ്സാക്കിച്ചു. മോദിയുടെ കരുത്താണ്, ബാർഗൈനിങ് പവർ തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ ആ രീതിയിലുള്ള കരുത്തുള്ള ആളാണ് ഇന്ത്യയിൽ ഭരിക്കുന്നതെന്നുള്ളത് കൊണ്ടും ഇത് മറ്റു രാജ്യങ്ങൾ ഇത് വാങ്ങുന്ന ആ പരിപാടിയാണ് ഇവർ തടയാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഇവരുടെ മാർക്കറ്റ് പോയി, ഇവരുടെ സൈനിക മേധാവിത്വം പോയി, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇനി മേലിലുള്ള യുദ്ധങ്ങൾ ഈ ടെക്നോളജി ആസ്പദമാക്കി തന്നെ ആയിരിക്കും. ഒരു രാജ്യത്തിനെ മറ്റൊരു രാജ്യം അംഗീകരിക്കുന്ന അതിൻ്റെ സാമ്പത്തിക ശക്തി അനുസരിച്ചായിരിക്കും. ആ ഒരു സ്ഥിതിയിലാണിപ്പോൾ ലോകത്തിൻ്റെ ജിയോ പൊളിറ്റിക്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഇപ്പോൾ ചൈനയ്ക്ക് ഇതല്ലാതെ വേറെ മാർഗമില്ല. അങ്ങനെയാണ്. കാരണം ഒരു വ്യാജ വാർത്തയിലൂടെ അല്ലേ, വ്യാജ വാർത്തകളിലൂടെ ചൈനയെ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ ഇത്തരം മുന്നേറ്റങ്ങൾ തടയുക എന്നതാണ്. അതിലും അവിടെ വളരെ അദ്വിതീയരായിട്ടുള്ള രാഷ്ട്രമാണ്. ആ സോഫ്റ്റ്വെയറിലൂടെ അന്യ രാജ്യങ്ങൾക്കെതിരെയുള്ള നറേറ്റീവുകൾ ചമയ്ക്കാൻ, അവർക്കെതിരെ വരുന്നതിനെ അപ്പം തന്നെ തടയാൻ ഇന്ത്യ ആ ലെവൽ എത്തിയിട്ടില്ല. വാസ്തവത്തിൽ ആ ഒരു കാര്യത്തിൽ ഇന്ത്യ വളരെ ശ്രദ്ധിക്കുന്നില്ലെന്നുള്ള പരാതി നിരീക്ഷകർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വന്നിട്ടുണ്ട്. കാരണം പാകിസ്ഥാൻ വലിയ രീതിയിൽ ഈ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുമ്പോൾ കൃത്യമായ മറുപടി കൊടുക്കാൻ നമുക്ക് കഴിയാതില്ല. ടെക്നോളജി മാത്രമല്ല, നറേറ്റീവുകളും വളരെ പ്രധാനമാണ് ആധുനിക ജിയോ പൊളിറ്റിക്സിൽ. ആ ലെവൽ, നമ്മുടെ നറേറ്റീവുകൾ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം കൂടി. സത്യമേവ ജയതേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഈ നറേറ്റീവുകളെ ഡിഫെൻഡ് ചെയ്യാനുള്ള നറേറ്റീവുകളും ഉണ്ടാകണമെന്നുള്ളതാണ് ഈ സൈനിക നിരീക്ഷകർ തന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.